ഡോക്ടർ ഇതിപ്പം നമ്മള് ഞാനടക്കം വരുന്ന ആസ് ഒരു അമ്മ എന്നുള്ള നിലയിൽ ഒരുപാട് രക്ഷിതാക്കള് ഒരുപക്ഷെ ഓരോരുത്തരെ ഒരു തോട്ടായിരിക്കും കുട്ടികളെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അത് ചെയ്തു കൊടുക്കുന്ന അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ അതാണ് കുട്ടികളെ നശിപ്പിക്കുന്നതിന് തുല്യമാവുന്നതെന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഉത്തരവാദിത്തങ്ങൾ അവരെ പഠിപ്പിക്കണമെങ്കിൽ നമ്മളിപ്പോൾ അവർ ചോദിക്കുന്നത് മുഴുവൻ വാങ്ങിക്കൊടുത്താൽ അവർക്ക് ഒരിക്കലും പൈസയുടെ വില അറിയില്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരുപാട് കുട്ടികൾ പിന്നീട് ആ ഹോസ്റ്റലിലും പല സ്ഥലങ്ങളിലൊക്കെ പോയി നിൽക്കുമ്പോഴാണ് അത് മറ്റു കുട്ടികൾക്കും ബുദ്ധിമുട്ട്, ഇവർക്കും പ്രശ്നങ്ങളൊക്കെ ആയി മാറുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് പറയാം. തീർച്ചയായിട്ടും ഇത് വളരെയധികം നമ്മള് നിസ്സാരമാക്കി എടുക്കുന്നതും എന്നാൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഭാവിയിൽ ഇൻ ഫ്യൂച്ചറിൽ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പെടുന്ന ഒരു വിഭാഗം ആളുകളെങ്കിലും ഇത്തരം കാരണം കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കാറുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഇതിനെ ട്രെയിൻ ചെയ്തെടുക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രക്ഷിതാക്കൾക്ക് തന്നെയാണ്. ആ രക്ഷിതാക്കളിൽ തന്നെ ഒരു പ്രധാന വിഹിതം എന്ന് വേണമെങ്കിൽ അമ്മയ്ക്ക് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഇപ്പോഴത്തെ ഒരു കൾച്ചർ സിസ്റ്റം അനുസരിച്ച് നോക്കുമ്പോൾ അമ്മയാണ് കുട്ടികളുടെ കാര്യത്തിൽ ബേസിക്കലി എല്ലാ കാര്യത്തിലും കൂടുതൽ ഇൻവോൾവ്മെന്റ് അച്ഛനെയും കാട്ടിലും കൂടുതൽ. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന പല ഹാബിറ്റ്സ് എസ്പെഷ്യലി പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ പല കാര്യങ്ങൾ നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് കെട്ടിച്ചയക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സിസ്റ്റർ പ്രകാരം അങ്ങോട്ട് മാരീഡ് ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. അധികം പേരും അങ്ങനെയാണ്, വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ മറ്റൊരു കുടുംബത്തിലേക്ക് പോകുമ്പോൾ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ സാധിക്കാതെ വരികയും വളരെ നിസ്സാരമായ കാര്യമായിരിക്കും. നമുക്കും നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നമാക്കി എടുക്കേണ്ടി വരുമോ എന്നാണ് നമ്മുടെ അടുത്തൊക്കെ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും സാർ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ പാരന്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളോട് ഇതെന്താ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് മാത്രം ഉള്ളതാണോ, ആൺകുട്ടികൾക്ക് പാത്രം കഴിയൂടെ, അതൊക്കെ ഒരു ഫെമിനിസ്റ്റിക്, അതാണ് ഫെമിനിസ്റ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷെ ഇതിൽ ആ ഹെഡിങ്സ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമ്മൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ നമ്മൾ സെൽഫ് ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപകാരപ്പെടും, വലുതാവും. കാരണം ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, ചെറിയ ചെറിയ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ പാത്രങ്ങൾ കഴുകി വെക്കുക, വൃത്തിയാക്കുക, അമ്മ ഉണ്ടെങ്കിലും കൂടിയിട്ട് അച്ഛനുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ അവരൊന്ന് ഹെൽപ്പ് ചെയ്യുക, നമ്മളെ ടേബിളൊക്കെ ക്ലീൻ ആക്കുക. നമ്മളെ റൂം കണ്ടാൽ തന്നെ അറിയാം, മെസ്സിയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മളൊരു ക്യാരക്ടറിനെ പറ്റിയിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. അപ്പൊ നമ്മൾ ആ നിങ്ങളെ റൂം ഒന്ന് വിസിറ്റ് ചെയ്താൽ തന്നെ നിങ്ങളെ എന്ന ഒരു പേഴ്സണാലിറ്റിനെ എനിക്ക് കുറെ അസസ് ചെയ്യാൻ പറ്റും. കാരണം ആദ്യം തന്നെ നമുക്ക് ആ ഡിസിപ്ലിൻ മനസ്സിലാക്കാൻ പറ്റും. എല്ലാം കൂടി മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എക്സ്പ്ലനേഷൻ ചിലപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത്, അതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ ഉള്ളൂ, നിങ്ങളാരും വരുന്നുണ്ടെങ്കിൽ ഞാനത് ക്ലീൻ ആക്കും. അതല്ല വേണ്ടത്. ശരിക്കും എപ്പോഴും അത് ക്ലീൻ ആയിരിക്കണം, ആ ക്ലീൻ ആക്കി വെക്കണം. അത് നിങ്ങളെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ അത് എടുത്ത് മാറ്റി വെക്കണം. അപ്പൊ നിങ്ങൾ ഡ്രോയിങ് ആണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ പെയിന്റും സാധനം ബ്രഷൊക്കെ എടുത്ത് വെച്ച് അതേമാതിരി ഇട്ട് പോവല്ല ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് തിരിച്ച് നിങ്ങൾ അതിൻ്റെതായ പ്ലേസിൽ വെക്കുക, ആവശ്യം വരുമ്പോൾ വീണ്ടും തിരിച്ചെടുക്കുക. അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ഡിസിപ്ലിൻ നമ്മൾ പഠിക്കുന്ന എല്ലാവർക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളിപ്പോൾ പെൺകുട്ടികൾ എന്ന് പറയാൻ ഉണ്ടാകുന്ന കാരണം വെച്ചാൽ നമ്മൾ കല്യാണം കഴിപ്പിച്ച് അങ്ങോട്ട് വിടുമ്പോഴൊക്കെ വേറൊരു ഫാമിലിയിൽ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ഫാമിലിയിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് അവിടുത്തെ സിസ്റ്റത്തെ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഇത്ര ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിന്റെ കൂട്ടത്തിൽ വളരെ ഹൈലൈറ്റ് ചെയ്ത് നോട്ടീസ് ചെയ്ത് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇപ്പൊ ബെഡ് മേക്കിംഗ്, ഫുഡ് കഴിച്ചിട്ടുള്ള സാധനങ്ങൾ, പാത്രങ്ങൾ വാഷ് ചെയ്ത് വെക്കുക, അവരെ സെൽഫ് ഹൈജീൻ, സ്വന്തം കുളിക്കുക. ഈ കുളിക്കലൊക്കെ ചില 2 ദിവസം 3 ദിവസം അങ്ങോട്ട് 3 ദിവസത്തേക്കൊക്കെ മാറ്റി വെക്കുന്ന ആളുകളുണ്ട്. 1 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസത്തേക്ക് മാറ്റി വെക്കുക. അതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ വീട്ടിലെ അമ്മമാര് ചിലപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് വേദനിപ്പിക്കണ്ട, അവനോട് പറഞ്ഞ് വേദനിപ്പിക്കണ്ട എന്ന് വെച്ചിട്ട് മാറ്റി നിർത്തും. പക്ഷെ അത് ആ ഒരു ഹാബിറ്റ് നമ്മൾ മാറ്റിയെടുക്കണം. നമ്മളൊരു ക്ലീൻ ആൻഡ് ഹൈജീൻ ആയിരിക്കണം. അത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ അവർക്ക് അതിനെ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രയാസം ഉണ്ടാവും. അതായിരിക്കും ചിലപ്പോൾ ഒരു പ്രശ്നത്തിന് തുടക്കം. പിന്നെ അതിലൂടെ അടുത്ത പ്രശ്നങ്ങളിലേക്ക് വരും. അപ്പൊ അതില്ലാതിരിക്കാൻ നമുക്ക് തന്നെ കഴിയുന്ന കുറെ കാര്യങ്ങളാണ്. എല്ലാം ഒരു ഓർഡറിലാവണം, ഒരു സിസ്റ്റമാറ്റിക് ആവണം, സ്കെഡ്യൂൾഡ് ആവണം. ആ പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ആ സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ ലൈഫിൽ കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും ഓവർകം ചെയ്യാനും നമ്മൾ പഠിക്കും. ഇത് ആർക്ക് വേണ്ടിയിട്ടോ, ആരെ മുമ്പിൽ താഴാൻ വേണ്ടിയിട്ടോ, ചെറുതാകാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നീയല്ലേ ചെയ്യേണ്ടത്, ഞാനല്ലല്ലോ, എനിക്കും ചെയ്തുകൂടെ, ഇങ്ങനെയുള്ള ആ ടോണെന്ന് മാറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാം. എല്ലാവർക്കും ഇതൊക്കെ ബാധകമാണ്. ഒരാളെ അടിച്ചേൽപ്പിക്കുന്നു എന്നല്ല പ്രശ്നം. ആണോ പെണ്ണോ എന്നൊന്നും അല്ല വിഷയം. ആരാണെങ്കിലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ. ഇപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പിന്നെ എനിക്ക് പല കാര്യങ്ങളും ഞാൻ എൻ്റെ മൈൻഡിൽ, ഇപ്പൊ എൻ്റെ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ പല സ്റ്റാഫുകളുണ്ട്. ഇപ്പോൾ നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകളുണ്ട്, ഫാർമസി സ്റ്റാഫുകളുണ്ട്, ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടീം വർക്ക് ആണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾക്ക് ഒറ്റയ്ക്ക് നടത്താൻ പറ്റില്ല. അതേസമയം ഇവർ ചെയ്യുന്ന പണികളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്തതാണോ? എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ 100% കോൺഫിഡന്റ് ആണ്, എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എൻ്റെ പ്രൊഫഷൻ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് എല്ലാ മേഖലയിലും എത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഇവരോട് മീറ്റിംഗ് കൂടുമ്പോഴൊക്കെ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു സ്ഥാപനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എല്ലാവരുടെ സഹകരണം വേണം. അല്ലാതെ ഒരാൾ മാത്രം വിചാരിച്ച് കുറെ ക്യാഷ് ഇറക്കിയോണ്ടോ മാത്രം സാധിക്കില്ല. മനസ്സിലായി? മാത്രമല്ല 10-30 കുടുംബങ്ങൾ ഇതിനോട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുള്ളൂ. അതർവൈസ് വെരി വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്.
മനസ്സിലായില്ല. അപ്പൊ ഓരോ മേഖല ഇപ്പൊ എനിക്കൊരു ക്ലീൻ ചെയ്യാൻ അറിയത്തില്ല, ഞാൻ എടുക്കും, എനിക്ക് യാതൊരു പ്രശ്നമില്ല. എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ സ്വസ്ഥമായി ചെയ്യും. പക്ഷെ ഹോസ്പിറ്റലാകുമ്പോൾ എനിക്ക് അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, കാരണം എന്റെ പ്രൊഫഷൻ അങ്ങനെ ആയിപ്പോയി. അതെ അതെ അപ്പൊ അതെല്ലാവരും ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും അതിനെ ട്രെയിൻ ചെയ്ത് നമ്മൾ അതിനെ മനക്കരുത്ത് ഉണ്ടാക്കിയെടുത്താൽ ഏത് വർക്കും നമുക്ക് എടുക്കാം. അതായത് സ്റ്റേജിൽ അവസരോചിതമായിട്ട് അത് ഇന്നത് എടുക്കാൻ പറ്റില്ല എന്നുള്ളതൊന്നുമില്ല, എടുക്കാനൊക്കെ പറ്റും. അതിന് ട്രെയിൻ ചെയ്തെടുത്താൽ അതിന്റെ ഗുണം നമുക്ക് തന്നെയാണ്. ഏത് വേദിയിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, എങ്ങനെ ജീവിച്ചു പോകാൻ പറ്റും, അത് നമ്മൾ മനസ്സിനകത്ത് ട്രെയിൻ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ ബേസിലാണ് ഇപ്പോഴൊക്കെ പല പല പ്രശ്നങ്ങളും സെപ്പറേഷൻസും ഒക്കെ കാണുന്നത്. അതിന്റെ റീസൺ പലതും നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് പോയി വലുതിലേക്ക് എത്തണം. അത് ട്രെയിൻ ചെയ്തെടുക്കണം. രക്ഷിതാക്കൾക്ക് അതിൽ മുഖ്യ പങ്കുണ്ട്. കുട്ടികളും അതിൽ അഡോപ്റ്റ് ചെയ്യാൻ നോക്കണം. ആ കുട്ടികൾ രക്ഷിതാക്കൾ പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് തന്നെയാണ് അതിന്റെ ഗുണം എന്നുള്ളത് മനസ്സിലാക്കുക, ഇന്നല്ലെങ്കിൽ നാളെ. തീർച്ചയായിട്ടും. ഇപ്പൊ ഇത്രയും ഈ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആൺകുട്ടികൾ ചെയ്യുക പെൺകുട്ടികൾ ചെയ്യുക അങ്ങനെ ഒരു കണക്കൊന്നുമില്ല. ആര് സെൽഫ് ട്രെയിൻഡ് ആയാലും അതിന്റെ ഉപകാരം അവർക്ക് തന്നെയാണ്. അതെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ആ പണ്ടത്തെ കൺസെപ്റ്റ് ഒക്കെ പോയി. പക്ഷെ നമ്മൾ ഒരാളെ അധിക്ഷേപിക്കേണ്ട ആവശ്യമില്ല. ഒരാളെ തന്നെ നിക്ഷിപ്തമായിട്ട് ഇത് പെണ്ണുങ്ങൾ മാത്രം ചെയ്യേണ്ടതാണ്, ആണുങ്ങൾ മാത്രം ചെയ്യേണ്ട, എല്ലാം അറിഞ്ഞിരിക്കണം. എല്ലാവരും അറിഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ? അത് അറിഞ്ഞ് അത് ട്രെയിൻഡ് ആയി പോയി കഴിഞ്ഞാൽ അതിന്റെ ഗുണം നമുക്ക് തന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്റെ മേഖലയിൽ ഞാൻ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ത് കാര്യങ്ങളും എന്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇന്നത് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കില്ല. ഞാൻ ചെയ്യും, ഉറപ്പാണ്. അത് ഇനി എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. എനിക്ക് ആവശ്യം വന്നാൽ ഞാൻ ചെയ്യും. അത് നിങ്ങൾ എന്ത് റീഡ് ചെയ്താൽ അങ്ങനെ ഒരു മനക്കരുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. ഇപ്പൊ എനിക്കിപ്പോ പ്രാക്ടീസ് പറ്റിയില്ല, പറഞ്ഞില്ല, ഞാൻ വേറെ എന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും ഞാൻ എന്റെ കുടുംബം മുന്നോട്ട് പോകും എന്നുള്ള ഒരു മനധൈര്യം നമ്മൾ ഉണ്ടാക്കിയത്. അതിലപ്പോ അഭിമാനക്ഷത ഒന്നല്ല. പക്ഷെ എനിക്ക് അത് എന്നെ മനസ്സിലാക്കണവർക്ക് അറിയും, അയാൾ അത് ജീവിക്കാൻ പഠിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഒരു പണിയല്ലെങ്കിൽ അടുത്ത പണിയിലേക്ക് ഞാൻ അതിമ പിടിക്കും. വേറെ നിവൃത്തിയിൽ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ, നമ്മളെ മനസ്സിനെ ത്വരിതപ്പെടുത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ഈസി ആയിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് പറച്ചിലിനോ നീയല്ല ചെയ്യേണ്ടത് അല്ലെങ്കിൽ പെൺകുട്ടികളാ ചെയ്യേണ്ടത് ആൺകുട്ടികളാ ചെയ്യേണ്ടത് എന്നുള്ള അങ്ങനെ ഒരു ഡിറ്റർമിനേഷൻ ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും. എന്നാൽ അതൊരു വലിയൊരു ഫെമിനിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ആയിട്ട് അത് അങ്ങനെ അവകാശവാദങ്ങൾ വരുമ്പോൾ വീണ്ടും ഈഗോ ക്ലാഷ് ചെയ്യും. വീട്ടിൽ നിന്ന് തന്നെ എല്ലാം ചെയ്ത് കുറച്ച് കാര്യങ്ങൾ അപ്പൊ പുറത്ത് പോകുമ്പോ അവർക്കും അതൊരു വലിയ, അതെ, എല്ലാവർക്കും അഡ്വാൻറ്റേജ് ആണ്. അതിനൊരു പ്രയാസമായി തോന്നില്ല. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യാൻ ഒരു പരിധി വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എവിടെ പോയാലും നമുക്കതൊരു വിഷയമായിട്ട് വരും. ഇപ്പൊ ഒരുപാട് പേര് എല്ലാവരും ആൺകുട്ടികളും ഒക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാം യൂട്യൂബിൽ നോക്കിയാൽ ചെയ്യാലോ. അപ്പൊ അതുകൊണ്ട് ഇതിപ്പം അങ്ങനെ പണ്ട് കാലത്തുള്ള മാതിരി അല്ല. സാറ് പറഞ്ഞതുപോലെ തന്നെ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും എന്താ പറയാ, എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെ ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സെൽഫായിട്ട് തന്നെ ചെയ്യാനുള്ളത് സാധിക്കുന്നുള്ളതാണ്.